കുരങ്ങനും രാക്ഷസനും. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കാട്ടിൽ കുരങ്ങന്മാരുടെ ഒരു കൂട്ടം താമസിച്ചിരുന്നു. കാട്ടിൽ ഒരുപാട് ഫലവൃക്ഷാദികൾ ഉണ്ടായിരുന്നു. കുരങ്ങന്മാർ മധുരമുള്ള ഫലമൂലാദികൾ കഴിച്ച് സന്തോഷത്തോടെയാണ് ആ കാട്ടിൽ താമസിച്ചു പോന്നത്. കുരങ്ങന്മാർ അതീവ സന്തോഷത്തോടെയാണ് അവിടെ കഴിഞ്ഞിരുന്നത്. പക്ഷേ അവരുടെ രാജാവ് വളരെ ചിന്താലുവായിരുന്നു. ഒരു ദിവസം രാജാവ് സഭ വിളിച്ചുകൂട്ടി. അദ്ദേഹം എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളെല്ലാവരും ഇവിടെ വളരെ സന്തോഷത്തോടെയാണ് താമസിക്കുന്നത്. നമുക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നമ്മളെല്ലാവരും ഈ കാട്ടിൽ വളരെ ശ്രദ്ധയോടെ ജീവിക്കണം. കാരണം ഈ കാടിന്റെ നടുവിലുള്ള വലിയൊരു തടാകത്തിൽ ഒരു രാക്ഷസനുണ്ട്. ആ തടാകത്തിൽ നാം വെള്ളം കുടിക്കാൻ ഇറങ്ങിയാൽ രാക്ഷസൻ നമ്മളെയെല്ലാം കൊല്ലും. ഇത് കേട്ട് കുരങ്ങന്മാർ ഞെട്ടി. അവർ രാജാവിന്റെ വാക്കുകൾ കേട്ട് നടക്കാൻ തുടങ്ങി. ഒരു ദിവസം കുരങ്ങന്മാരെല്ലാം ഭക്ഷണം തേടി കാടിന്റെ ഉള്ളിലേക്ക് പോയി. ആ ദിവസം വളരെ ചൂടുള്ളതായിരുന്നു. അവർക്ക് വളരെയധികം ദാഹിച്ചു തുടങ്ങി. വെള്ളത്തിന് വേണ്ടി അവർ അടുത്ത് കണ്ട ഒരു തടാകത്തിനരികിലേക്ക് നടന്നു. നിൽക്കൂ, ആ തടാകത്തിലേക്ക് പോകരുത്. രാജാവ് പറഞ്ഞു മറന്നോ? ആ തടാകത്തിലാണ് രാക്ഷസനുള്ളത്. പേടിച്ച കുരങ്ങന്മാർ രാജാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു: രാജാവേ, ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് വളരെയധികം ദാഹിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ തടാകത്തിലെ വെള്ളം കുടിക്കട്ടെ? വേണ്ട, കുറച്ചു നേരം നിൽക്കൂ. ഞാൻ എന്തെങ്കിലും ഉപായം കണ്ടെത്താം. അതുവരെ ക്ഷമിക്കൂ. അദ്ദേഹം ഗാഢമായ ആലോചനയിൽ മുഴുകി. അദ്ദേഹം തന്റെ തല അമർത്തി തടവിക്കൊണ്ട് ആലോചിക്കാൻ തുടങ്ങി. ആ സമയത്ത് രാക്ഷസൻ തടാകത്തിൽ നിന്നും പുറത്തു വന്നു. നിങ്ങൾക്കെല്ലാം എന്താ വേണ്ടത്? ആ ശബ്ദം കേട്ടവർ പേടിച്ചു. എന്നിട്ട് ചോദിച്ചു: രാക്ഷസ രാജാ, ഞങ്ങൾക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം തരുവോ? ആരാണോ എന്റെ തടാകത്തിലെ വെള്ളം കുടിക്കുന്നത് അവൻ മരിക്കും. കുരങ്ങന്മാരുടെ രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഞങ്ങൾ താങ്കളുടെ തടാകത്തിലെ വെള്ളം കുടിക്കും, പക്ഷെ മരിക്കില്ല. രാക്ഷസൻ ആശ്ചര്യത്തോടെ ചോദിച്ചു: അത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ആരെങ്കിലും എന്റെ തടാകത്തിൽ ഇറങ്ങിയാൽ ഞാൻ അവരെ കൊന്നു തിന്നും. അതിന് ഞങ്ങൾ താങ്കളുടെ തടാകത്തിൽ ഇറങ്ങില്ല. എന്താണ് ഉണ്ടാവുക എന്ന് കണ്ടോളൂ എന്നും പറഞ്ഞ് രാജാവ് തിരിച്ചു നടന്നു. കുരങ്ങന്മാരെല്ലാം അദ്ദേഹത്തെ അനുഗമിച്ചു. രാജാവ് മുളകൾ ധാരാളമുള്ള സ്ഥലത്തേക്കാണ് അവരെ കൊണ്ടുപോയത്. രാജാവ് കുരങ്ങന്മാർക്ക് ആജ്ഞ നൽകി. എന്തെന്നാൽ എല്ലാവരും ഓരോ മുളകൾ വെട്ടിയെടുത്ത് തന്നെ അനുഗമിക്കാൻ. അങ്ങനെ കുരങ്ങന്മാർ നീളമുള്ള മുളകൾ വെട്ടിയെടുത്ത് രാജാവിന്റെ പിന്നാലെ നടന്നു. കുരങ്ങന്മാരുടെ രാജാവ് കുരങ്ങന്മാർ കൊണ്ടുവന്ന മുളക്കഷണങ്ങൾ ആദ്യം ചെറിയ കഷണങ്ങളാക്കി. എന്നിട്ട് അവ പരസ്പരം യോജിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ നീളമുള്ള ഒരു മുളക്കഷ്ണമുണ്ടാക്കി. അത് നീളമുള്ള കുഴല് പോലെയായി. അങ്ങനെ കുരങ്ങന്മാർ ആ കുഴലിന്റെ ഒരു ഭാഗം വെള്ളത്തിലേക്കിട്ടു, മറുഭാഗം നിലത്ത് വെച്ചു. ഇത് കണ്ട ഒരു കുരങ്ങൻ ആശ്ചര്യത്തോടെ ചോദിച്ചു: താങ്കൾ എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ ഈ കുഴൽ വഴി വെള്ളം പുറത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ കാണാം. രാജാവ് കുഴലിന്റെ ഒരറ്റത്ത് വായ വെച്ച് വെള്ളം വലിച്ചെടുക്കുവാൻ തുടങ്ങി. അവസാനം കുഴലിന്റെ അറ്റത്തുകൂടി വെള്ളം പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങി. കുരങ്ങന്മാർ സന്തോഷത്തോടെ തുള്ളിച്ചാടി. അങ്ങനെ തടാകത്തിലെ വെള്ളം കുഴല് വഴി കരയിലേക്ക് ഒഴുകുവാൻ തുടങ്ങി. രാക്ഷസൻ തടാകത്തിൽ നിന്ന് ഉയർന്നു. അയാൾ കുരങ്ങന്മാർ വെള്ളം കുടിക്കുന്നത് കണ്ടു. അയാൾ കോപം കൊണ്ട് ജ്വലിച്ചു. അയാളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. എന്നാൽ കുരങ്ങന്മാർ ചിരിച്ചു. കുരങ്ങന്മാർ കരയിലായതിനാൽ രാക്ഷസന് അവരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവർ കരയിൽ സുരക്ഷിതരായി നിന്ന് ആവശ്യത്തിന് വെള്ളം കുടിച്ച് വീട്ടിലേക്ക് തിരിച്ചുപോയി. ഈ കഥയിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം: ബുദ്ധിമാന്മാർക്ക് ഏതൊരു ബുദ്ധിമുട്ടും എളുപ്പം പരിഹരിക്കാൻ സാധിക്കും എന്നാണ്.